കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരൊറ്റം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. നമുക്കറിയാം, ഫാമിലി കോടതികളിൽ പലപ്പോഴും കേസുകൾ, നമ്മൾ ഡിവോഴ്സ് കേസുകൾ സെറ്റിൽമെൻറ്റ് ചെയ്യാനായിട്ട് ഭർത്താക്കന്മാർ നിർബന്ധിതരാവുകയും അതിൻ്റെ ഫലമായി പലപ്പോഴും 10 ലക്ഷം, 20 ലക്ഷം, 30, 40, 50, 60 അല്ലെങ്കിൽ 1 കോടി രൂപയ്ക്ക് ഭാര്യയ്ക്ക് കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് പലപ്പോഴും ആ ഡിവോഴ്സ് മേടിച്ച് രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഭർത്താക്കന്മാർ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്. പക്ഷേ ഇങ്ങനെ വലിയ ഒരു സംഖ്യ നിങ്ങൾ കൊടുക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ പറമ്പ് വിറ്റിട്ടോ അല്ലെങ്കിൽ സ്വർണം വിറ്റിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സംഘടിപ്പിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം ഈ എമൗണ്ട് ഈ വൈഫിന് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഭാവിയിൽ വേറെ ഏതെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായും ഒരു ദോഷമുണ്ട്. ദോഷം എന്ന് പറഞ്ഞാൽ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. ഒന്നാമത്തെ ദോഷം എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത പൈസയ്ക്ക് നിങ്ങൾ ഇൻകം ടാക്സിൽ റിട്ടേൺ കാണിക്കേണ്ടതായിട്ട് വരും. ഇൻകം ടാക്സിൽ നിങ്ങൾ ഈ ഇത്ര പൈസ കൊടുത്തു എന്നുള്ളതിൻ്റെ എവിടെ നിന്നാണ് അതിൻ്റെ രേഖകളും കാര്യങ്ങളും എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ആ കൊടുത്ത എമൗണ്ടിന്, ഭാര്യയ്ക്ക് കൊടുത്ത എമൗണ്ടിന് ഒരു പെർസെൻറ്റേജ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഇനി ഇൻകം ടാക്സിന് ഇതിനെപ്പറ്റി അറിവില്ല എന്ന് വിചാരിക്കുക, നിങ്ങൾ കൊടുത്ത കാശിനെ പറ്റി അറിവില്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഭാര്യയ്ക്ക് നിങ്ങൾ ലീഗലി അല്ലെങ്കിൽ രേഖാമൂലം പൈസ കൊടുത്തതിന് തെളിവുണ്ടാവുമല്ലോ. ഭാര്യ ഈ രേഖ എടുത്തിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രേഖ വെച്ചിട്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ചോദ്യം ചെയ്യാം, ഇത്രയും വലിയ എമൗണ്ട് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ചോദിച്ചുകൊണ്ട്. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുകയാണെങ്കിൽ, ഇത്രയും വലിയൊരു എമൗണ്ട് കൈപ്പറ്റിയാലും ഭാര്യയ്ക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളൊരു കോൺട്രഡിക്ഷൻ ഈ കേസിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് സെറ്റിൽമെൻറ്റിന് പോകുന്നതിനേക്കാളും മുമ്പ് ഈ പണത്തിൻ്റെ സോഴ്സ് കൃത്യമായി രേഖപ്പെടുത്താത്ത അല്ലെങ്കിൽ അറിയാത്ത ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും വലിയ ഒരു പണിയായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റ് വീണ്ടും കാണാം. ബൈ.